കുടുംബങ്ങളിൽ ഇപ്പം നടക്കുന്നത് ഇഷ്ടങ്ങളുടെ യുദ്ധമാണ്. ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ തമ്മിൽ സംഘർഷത്തിലാകുന്നു, പോരാട്ടത്തിലാകുന്നു. എൻ്റെ ഇഷ്ടങ്ങൾക്കായി കുടുംബത്തിൽ ഓരോരുത്തരും വാശി പിടിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ യുദ്ധഭൂമിയായിട്ട് മാറുകയാണെന്ന് തിരിച്ചറിയണേ. ഇന്ന് ആർക്കും ആരെ അനുസരിക്കാൻ വയ്യ. കാരണം നമ്മുടെ വിചാരം അനുസരിക്കുമ്പോൾ എനിക്ക് എന്നെ അങ്ങ് നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. യഥാർത്ഥ അനുസരണം എന്ന് പറയുന്നത് നിന്നെ നഷ്ടപ്പെടുത്തി കളയുന്നതല്ല, നിന്നെ ദൈവത്തിൽ നീ കണ്ടെത്തുന്നതാണ് യഥാർത്ഥ അനുസരണമെന്ന് തിരിച്ചറിയണം. എൻ്റെ ഹിതമല്ല, നിന്റെ ഹിതം നിറവേറപ്പെടട്ടെ. ചരിത്രത്തെ തിരുത്തിയ വാക്യമാണത്. കുരിശ് നാട്ടപ്പെടുന്നതിന് മുമ്പേ വിജയം ആഘോഷിച്ച നേരമാണ് ഗത്സമനിയിലെ കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ നേരം. മനുഷ്യകുലത്തിൻ്റെ ദൈവനിഷേധത്തെ കർത്താവിൻ്റെ എളിമപ്പെടലും അനുസരണവും കീഴ്പ്പെടുത്തുകയാണ്. ഇന്ന് പലരും അനുസരണത്തെ വ്യാഖ്യാനിച്ചു വച്ചിരിക്കുന്നത് അടിമത്തമാണ്. പക്ഷെ അനുസരണം അടിമത്തമല്ല, അത് സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ഇന്ന് അങ്ങനെയാണ്. സ്വാതന്ത്ര്യം എന്നാൽ എനിക്കിഷ്ടപ്പെട്ടത് ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് ധരിച്ചിരിക്കുകയാണ്. നിനക്കിഷ്ടപ്പെട്ടത് ചെയ്യുന്നതല്ല സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം നീ ചൂസിങ് ഗുഡ്, നന്മയെ തിരഞ്ഞെടുക്കുന്നതാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, the way, walking with Christ from ashes to Alleluia. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം, അതിൻ്റെ 15-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എനിക്കറിയാം, ആകെ ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ. ഇന്ന് ഈ ഞായറാഴ്ച രാത്രി നിങ്ങളിലേക്ക് ഇതെത്തുമ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര സന്തോഷം തരുന്നവയല്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ ഏറെയുള്ള ഒരു ഭൂമിയിൽ കാര്യങ്ങളേറെ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. വാർത്തകളേക്കാൾ കർത്താവിനെ ആശ്രയിക്കാം. കർത്താവിൻ്റെ പദ്ധതികളെ ഏറ്റുപറയാം. കർത്താവേ, ലോകത്തിൽ സമാധാനം നീ പുനഃസ്ഥാപിക്കണേ എന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രദേശത്ത്, മധ്യപൂർവ്വ ദേശത്ത് ആയിരിക്കുന്നവരോട് പറയാനുള്ളത്, ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനകൾ നിങ്ങൾക്ക് തുണയുണ്ട്. ഭയപ്പെടാതിരിക്കുക. കർത്താവിൻ്റെ കരത്തിൽ ആശ്രയം വയ്ക്കുക. കർത്താവിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുക. പ്രാർത്ഥന കൊണ്ട് നമ്മൾ കൂട്ടായ്മയിലാണ്. ഈ ശുശ്രൂഷയിലും നമ്മൾ പ്രാർത്ഥനയുടെ കൂട്ടായ്മയിലാണെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് തരുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, മാർഗത്തിൻ്റെ ഈ 15-ാമത്തെ ദിവസം നമ്മൾ ചിന്തിക്കുന്നത്, ഭൂമിയിൽ ഉച്ചരിക്കപ്പെട്ടതിൽ ഏറ്റവും നിർണായക വാക്യം, ഏദൻ തോട്ടത്തിൻ്റെ മുറിവുണക്കിയ വാക്യം. ചില വാക്യങ്ങൾ എന്താ പറയേണ്ടത്, ചിലരുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ചില വാക്യങ്ങൾ ചരിത്രത്തെ തന്നെ മാറ്റും. ചില വാക്യങ്ങൾ പക്ഷേ ഈ വാക്യം എല്ലാത്തിനെയും മാറ്റി. This one sentence changes everything. എല്ലാത്തിനെയും മാറ്റിയ ഒരു വാക്യം. അതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ലൂക്ക 22:42. Not my will but yours be done. എൻ്റെ ഹിതമല്ല, നിന്റെ ഹിതം നിറവേറപ്പെടട്ടെ. ചരിത്രത്തെ തിരുത്തിയ വാക്യമാണത്. എൻ്റെ ഹിതമല്ല അപ്പാ, തിരുഹിതം നിറവേറപ്പെടട്ടെ എന്ന് ഈശോ ഗത്സമനിയിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. ഇവിടെ ഈ മൊമെൻറ്റിൽ പീഡാസഹനം ഇസ് നോട്ട് ഓൺലി അപ്രോച്ചിങ്. ഈശോയുടെ പാഷൻ, പീഡാസഹനം ചാരത്തെത്തുന്നു എന്ന് മാത്രമല്ല, മറിച്ച് ഇറ്റ് ഈസ് അക്സെപ്റ്റഡ്. ഈശോ അത് സ്വീകരിച്ചു കഴിഞ്ഞു, അതിനെ അംഗീകരിച്ചു കഴിഞ്ഞു. ഈശോ അതിനെ ആശ്ലേഷിച്ചു കഴിഞ്ഞു. ഈശോ അതിനെ മുദ്ര വെച്ച് കഴിഞ്ഞു. ഈ ഒരൊറ്റ വാക്യത്തിൽ. അതാണ് ഈ വാക്യത്തിൻ്റെ അത്ഭുതം. ദ ക്രോസ് ബിക്കംസ് വിക്ടോറിയസ് ബിഫോർ ഇറ്റ് ഈസ് ഇറക്റ്റഡ്. ദ ക്രോസ് ബിക്കംസ് വിക്ടോറിയസ് ബിഫോർ ഇറ്റ് ഈസ് ഇറക്റ്റഡ്. കുരിശ് നാട്ടപ്പെടുന്നതിന് മുമ്പേ വിജയം ആഘോഷിച്ച നേരമാണ് ഗത്സമനിയിലെ കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ നേരം. തിരുഹിതം നിറവേറപ്പെടട്ടെ. മനുഷ്യൻ്റെ എതിർപ്പിനെ കർത്താവിൻ്റെ അനുസരണം, മനുഷ്യകുലത്തിൻ്റെ ദൈവനിഷേധത്തെ
കർത്താവിൻ്റെ എളിമപ്പെടലും അനുസരണവും കീഴ്പ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ യാത്രയിലായിരിക്കുന്നവർ, മാർഗത്തിൻ്റെ ഈ നോമ്പുകാല ധ്യാനത്തിലൂടെ യാത്ര ചെയ്യുന്നവർ വല്ലപ്പോഴൊക്കെ മുടങ്ങാറുണ്ടെന്ന് എനിക്കറിയാം. മുടങ്ങിയാലും സാരമില്ല, നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യണം, വീണ്ടും ആ യാത്രയിലേക്ക് തിരികെ ചേരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പ്രവേശിക്കേണ്ടത് ഹിയർ വി എൻറ്റർ ഇൻ ടു ദിസ് മിസ്റ്ററി. ഈ രഹസ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ്. നോട്ട് ആസ് എൻ ഒബ്സർവർ ബട്ട് ആസ് എ പാർട്ടിസിപ്പൻ്റ്. നമ്മളിതിങ്ങനെ കാഴ്ചക്കാരനായിട്ട് കണ്ടു നിന്നാൽ പോരാ, മറിച്ച് അതിൽ പങ്കുകാരനാകണം, പങ്കുകാരിയായിട്ട് മാറണം. ഹെബ്രായ ലേഖനം 5:8, ഫിലിപ്പി ലേഖനം 2:8 ഇവിടെയൊക്കെ കർത്താവിൻ്റെ അനുസരണത്തെ, ഈ ഒബീഡിയൻസിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കും. ആൻഡ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ് പ്രസൻസ് ഒബീഡിയൻസ് നോട്ട് ആസ് സ്ലേവറി ബട്ട് ഫ്രീഡം ഓഫ് ലവ്. ഇന്ന് പലരും അനുസരണത്തെ വ്യാഖ്യാനിച്ചു വച്ചിരിക്കുന്നത് അടിമത്തമാണ്. പക്ഷെ അനുസരണം അടിമത്തമല്ല, അത് സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യമാണ്, സ്നേഹപൂർവം ആ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതാണ് അനുസരണം. അതായത് ഈശോ ഗെത്സമനയിൽ ഹി വാസ് നോട്ട് ഫോഴ്സ്ഡ്, ഹി വാസ് നോട്ട് ട്രാപ്ഡ് ബട്ട് ഹി ചൂസസ്. ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത് ഹി വാസ് നോട്ട് ഫോഴ്സ്ഡ്, ഹി വാസ് നോട്ട് ട്രാപ്ഡ് ബട്ട് ഹി ചൂസസ്. അവനെ ആരും നിർബന്ധിച്ചതല്ല, അവനെ ആരും കെണിയിൽപ്പെടുത്തിയതല്ല, മറിച്ച് അവൻ തിരഞ്ഞെടുത്തതാണ് ഈ സഹനം, അവൻ തിരഞ്ഞെടുത്തതാണ് ഈ കുരിശ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറപ്പെടട്ടെ എന്ന കർത്താവിൻ്റെ വാക്യം ചരിത്രത്തെ തിരുത്തി. പഴയ നിയമത്തിൽ ഇതിനോട് ചേർന്ന് മനസ്സിലാക്കേണ്ടത് ആദ്യത്തേത് തീർച്ചയായും ആദ്യത്തെ അനുസരണക്കേട്, ഫസ്റ്റ് ഡിസൊബീഡിയൻസ്. ദൈവം പറയുന്നു ട്രസ്റ്റ് മീ. ഏദൻ തോട്ടത്തിലെ അനുസരണക്കേട് ഉത്ഭവിച്ചത് എങ്ങനെയാണ്? ദൈവം പറയുന്നു എന്നെ വിശ്വസിക്ക്, എൻ്റെ വാക്ക് വിശ്വസിക്ക്. മനുഷ്യൻ തിരിച്ചു പറയുന്നു ഐ വിൽ ഡിസൈഡ് ഫോർ മൈസെൽഫ്, എൻ്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. ദൈവം പറയുന്നു എന്നെ വിശ്വസിക്ക്, മനുഷ്യൻ പറയുന്നു എൻ്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. അവിടെയാണ് ഈ ബർത്ത് പ്ലേസ് ഓഫ് മൈ വിൽ, എൻ്റെ ഇഷ്ടങ്ങൾ, അതിൻ്റെ ജന്മ ഇടമാണ് ആ ആദ്യത്തെ പാപത്തിൻ്റെ മൊമെൻ്റ്. എൻ്റെ ഇഷ്ടം, ഈ എൻ്റെ ഇഷ്ടം, മൈ വിൽ, എൻ്റെ ഇഷ്ടം എന്താ പറ്റിയത്? മനുഷ്യകുലത്തെ വികലമാക്കി കളഞ്ഞു. അടുത്തത് പഴയ നിയമത്തിൽ വീണ്ടും ഇസ്രായേലിൻ്റെ ഈ ആവർത്തിച്ചുള്ള നോ, ഇസ്രായേലിൻ്റെ ദൈവത്തോട് ആവർത്തിച്ചുള്ള മറുതലിക്കൽ. അത് നമ്മൾ അപ്പോൾ ഇങ്ങനെ ഇസ്രായേൽ ആവർത്തിച്ച് ദൈവത്തോട് മറുതലിക്കുമ്പോഴൊക്കെ ആക്ച്വലി ഇസ്രായേൽ ഈസ് മിററിങ് ആദം. ഇസ്രായേൽ ആദത്തെ പ്രതിഫലിപ്പിക്കുകയാണ് അവരുടെ ജീവിതത്തിലൂടെ. എക്സഡസ് 16-17, പുറപ്പാട് പുസ്തകം 16-17 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് ഇവരുടെ പരാതി പറച്ചിൽ. നമ്പേഴ്സ് 14, സംഖ്യ 14 നമ്മൾ കാണുന്നത് ദൈവത്തിൽ ആശ്രയിക്കാത്ത ഇവരുടെ ശൈലി. പിന്നീട് നമ്മൾ പല സ്ഥലത്ത് കാണുന്നത് ഈ യാത്രയിൽ, കർത്താവിനോടൊപ്പമുള്ള യാത്രയിലായിരിക്കുമ്പോഴും ദേ ആർ ക്രേവിങ് ഫോർ ഈജിപ്തിനോട് കാണിക്കുന്ന ആ അടിമത്തത്തിൻ്റെ മണ്ണിനോട് കാണിക്കുന്ന അവരുടെ മമതയും അവരുടെ താല്പര്യവും. അപ്പോൾ ആദ്യത്തെ അനുസരണക്കേട്, അതിൻ്റെ പ്രതിഫലനം ഇസ്രായേലിൽ കാണുന്നു. ഇനിയാണ് യെശയ്യായിലെ സഹനദാസൻ്റെ പ്രത്യേകത. യേശയ്യായിലെ സഹനദാസൻ, പ്രത്യേകിച്ച് യേശയ്യ 50:5, ദൈവതിരഹിതത്തോട് മുഖം തിരിച്ചു കളയാത്ത കർത്താവിൻ്റെ സഹനദാസൻ. അപ്പോൾ അത് ഫുൾഫില്ല് ചെയ്യപ്പെടുന്ന ആരിലാണ്? ഈശോയിൽ. ലെറ്റ് യുവർ വിൽ ബി ഡൺ, തിരുഹിതം നിറവേറപ്പെടട്ടെ എന്ന് പറയുന്ന ഈശോയിൽ. സാൽവേഷൻ ഹിസ്റ്ററിയിൽ, രക്ഷാകര ചരിത്രത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. റോമ 5:19 നമ്മൾ മുമ്പ് ഈ ധ്യാനത്തിൻ്റെ യാത്രയിൽ തന്നെ ധ്യാനിച്ചതാണ്. റോമ 5:19, ഒരാളുടെ അനുസരണക്കേട് മൂലം ഭൂമിയിൽ പാപം പ്രവേശിച്ചു, ഇവിടത്തെ കർത്താവിൻ്റെ അനുസരണം മൂലം നമുക്ക് വീണ്ടെടുപ്പ്, രക്ഷ അനുഭവിക്കുന്നു. ആദംസ് നോ ഡാമേജ്ഡ് ദ ഹ്യൂമാൻകൈൻഡ്. ആദത്തിൻ്റെ നോ, ദൈവതിരഹിതത്തോട് ആദം പറഞ്ഞ നോ മനുഷ്യകുലത്തെ തന്നെ മുറിവേൽപ്പിച്ചു കളഞ്ഞു. ഈശോയുടെ യെസ്, ദൈവതിരഹിതത്തോട് ഈശോ പറഞ്ഞ യെസ്, ആ മനുഷ്യകുലത്തെ, മാനവികതയെ സുഖപ്പെടുത്തി, സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഈ ഈശോയുടെ പീഡാസഹനം, കുരിശുമരണം, നോട്ട് ജസ്റ്റ് ഫോർ ഗിവിങ്, ദൈവം നമ്മുടെ പാപം ക്ഷമിക്കുന്നു എന്നതിനേക്കാൾ ഉപരി റീക്രിയേഷൻ നടക്കുകയാണ്, പുനഃസൃഷ്ടി നടക്കുകയാണ്. ഏദനെ മായിച്ച് കാൽവരി പുതിയ സൃഷ്ടിയുടെ ഇടമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ധ്യാനിച്ചു വരുന്ന കാര്യത്തോട് ചേർന്ന് നമ്മൾ പിതാക്കന്മാരെ ധ്യാനിക്കുമ്പോൾ, പിതാക്കന്മാരിൽ ഇരണേവൂസ്
നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരണേവോസിൻ്റെ ഒരെണ്ണം പറഞ്ഞതാണ്, ഹൗവ അനുസരണക്കേടിനാലെ കെട്ടിയ കെട്ടിനെ മറിയം അയച്ചു, വിശ്വാസത്താലെ അയച്ചു എന്ന് പറയുന്നുണ്ട്. ഹൗവ അനുസരണക്കേടിനാലെ കെട്ടിയ കെട്ടിനെ മറിയം അനുസരണത്താലെ കെട്ടഴിച്ചു. കുറെ കൂടെ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആദം അനുസരണക്കേടിനാലെ മനുഷ്യകുലത്തിന് വരുത്തിയൊരു കെട്ടിനെ ഈശോദാ ഇവിടെ അനുസരണത്താലെ അഴിച്ചുവിടുകയാണ്. അഗസ്തിനോസ് പുണ്യാളൻ പറയുന്നൊരു കാര്യം, അതായത് ഏറ്റവും വലിയ റൂട്ട് സിൻ, വേര് പോലത്തെ പാപം, കോർ സിൻ, പ്രൈഡാണെന്ന് അഗസ്തിനോസ് പറയുന്നു. ഡിസയർ ടു ബി വൺസ് ഓൺ ഗോഡ്. എന്താണ് ഈ അഹങ്കാരം? ആഫ്റ്റർ ഓൾ പ്രൈഡ്, എൻ്റെ ദൈവമായിട്ട് ഞാൻ തന്നെ മാറുന്നു. ഡിസയർ ടു ബി വൺസ് ഓൺ ഗോഡ്. അപ്പോൾ ഇതിനെന്താ മരുന്ന്? അത്തരമൊരു ആഗ്രഹത്തിന്, അത്തരമൊരു തെറ്റായ ആഗ്രഹത്തിൻ്റെ മരുന്നെന്താ? ഒറ്റ വാക്ക്, ഒബീഡിയൻസ്. ഒബീഡിയൻസ്, അനുസരണമാണ് മരുന്ന്. അപ്പോൾ ഏദനിലെ അഹങ്കാരമെന്ന പാപത്തിന്, എൻ്റെ ദൈവമായി ഞാൻ തന്നെ മാറുന്ന പ്രൈഡിൻ്റെ, അഹങ്കാരത്തിൻ്റെ പാപത്തെ, അതിൻ്റെ മരുന്ന് കർത്താവ് ഗത്സമനിൽ ഒരുക്കുകയാണ്. എന്താണത്? അനുസരണമാണ് അതിൻ്റെ മരുന്ന്. ദ ക്രോസ് ഈസ് ദ സ്കൂൾ വെയർ പ്രൈഡ് ഈസ് ക്രൂസിഫൈഡ്. അഹങ്കാരം ക്രൂശിക്കപ്പെട്ട വിദ്യാലയമാണ് കുരിശ്. കുരിശിൽ അഹങ്കാരമാണ് ക്രൂശിക്കപ്പെട്ടത്. മനുഷ്യൻ്റെ അഹങ്കാരത്തെ, പ്രൈഡിനെയാണ് കർത്താവ് കുരിശിൽ സറണ്ടർ ചെയ്യുന്നത്. പ്രൈഡ് റൂട്ട് സിന്നാണ്. അത് വരുമ്പോൾ അതിൻ്റെ പിന്നാലെ ബാക്കി പാപങ്ങളെല്ലാം വരും. ക്രിസോസ്തോം പിതാവ് പറയുന്നു, മിശിഹായുടെ അനുസരണം അവൻ്റെ ബലഹീനതയല്ല, അവൻ്റെ ശക്തിയാണ്. അതായത് ലോകം ഇപ്പോഴും അനുസരണത്തെ, അനുസരിക്കുന്നവരെ മണ്ടന്മാരെന്ന്, ഫൂളെന്ന് വിളിക്കുമ്പോൾ, അനുസരണത്തെ മണ്ടത്തരമെന്ന് വിളിക്കുമ്പോൾ, കുരിശു പറഞ്ഞു തരികയാണ്, ക്രോസ് റിവീൽസ് ദാറ്റ് ഒബീഡിയൻസ് ഇസ് ഡിവൈൻ വിസ്ഡം. അനുസരണം ദൈവിക ജ്ഞാനമാണെന്ന്, ദൈവത്രിഹിതത്തോടുള്ള സഹകരണം ദൈവിക ജ്ഞാനമാണെന്ന് കുരിശ് നമ്മളെ പഠിപ്പിക്കുന്നു. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, സഭയുടെ പഠിപ്പിലൊക്കെ ഈ ആശയം ആവർത്തിച്ചു വരുന്നു. CCC 397, 398 ആദ്യ പാപത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, നമ്മൾ പറഞ്ഞ ഡിസൊബീഡിയൻസിനെ കുറിച്ച് പറഞ്ഞു തരുന്നു. CCC 411 പ്രോമിസ് ഓഫ് റിഡീമർ, രക്ഷകൻ വരുന്ന വാഗ്ദാനത്തെ. CCC 615 പറയുന്നത് ക്രൈസ്റ്റ് ഒബീഡിയൻസ് റെസ്റ്റോഴ്സ് അസ്. കർത്താവിൻ്റെ അനുസരണം നമ്മളെ വീണ്ടും നഷ്ടപ്പെട്ട ഇടത്തിലേക്ക്, പറുദീസായിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. നമ്മളെ പുനർപ്രതിഷ്ഠിക്കുകയാണ് മിശിഹായുടെ അനുസരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ജോൺ പോൾ II വേരിത്താത്തിസ് സ്പ്ലെൻഡർ എന്ന എഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇത് ഈ കാലത്ത് വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഫ്രീഡം ഈസ് നോട്ട് ഡൂയിങ് വാട്ട് വി വാണ്ട്. ഇന്ന് അങ്ങനെയാണ്. സ്വാതന്ത്ര്യം എന്നാൽ എനിക്കിഷ്ടപ്പെട്ടത് ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് ധരിച്ചിരിക്കുകയാണ്. ജോൺ പോൾ II മാർപ്പാപ്പ പറയുന്നു, നിനക്കിഷ്ടപ്പെട്ടത് ചെയ്യുന്നതല്ല സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം നീ ചൂസിങ് ഗുഡ്, നന്മയെ തിരഞ്ഞെടുക്കുന്നതാണ്. ചൂസിങ് ട്രൂത്ത്, സത്യത്തെ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ സ്വാതന്ത്ര്യം തോന്നുന്നതൊക്കെ ചെയ്യുന്നതല്ല, മറിച്ച് സത്യത്തെ, നന്മയെ തിരഞ്ഞെടുക്കുന്നതായിരിക്കണം നിൻ്റെ സ്വാതന്ത്ര്യമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ ഈശോ സറണ്ടർ ചെയ്തില്ലേ, എൻ്റെ ഇഷ്ടമല്ല തിരുവിഷ്ടം നിറവേറപ്പെടട്ടെ. കുടുംബങ്ങളിൽ ഇപ്പം നടക്കുന്നത് ഇഷ്ടങ്ങളുടെ യുദ്ധമാണ്. വാർ ഓഫ് വിൽസ്. ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ തമ്മിൽ സംഘർഷത്തിലാകുന്നു, പോരാട്ടത്തിലാകുന്നു. ഭാര്യയ്ക്കും ഭർത്താവിനും വ്യത്യസ്ത താല്പര്യങ്ങൾ, വ്യത്യസ്ത ഇഷ്ടങ്ങൾ. രണ്ടുപേരും പറയുന്നു എൻ്റെ ഇഷ്ടം നടപ്പിലാക്കപ്പെടണം. മാതാപിതാക്കൾക്കും മക്കൾക്കും വ്യത്യസ്ത ഇഷ്ടങ്ങൾ, അവർ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ കുടുംബങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ പറയേണ്ടത് നോട്ട് മൈ വിൽ ബട്ട് ലവ്. എൻ്റെ ഇഷ്ടമല്ല, സ്നേഹമാണ് നടപ്പിലാക്കപ്പെടേണ്ടത്. എൻ്റെ ഇഷ്ടങ്ങൾക്കായി കുടുംബത്തിൽ ഓരോരുത്തരും വാശി പിടിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ യുദ്ധഭൂമിയായിട്ട് മാറുകയാണെന്ന് തിരിച്ചറിയണേ. അതുകൊണ്ട് ഇപ്പോൾ പൊതുവെ യൂത്തിനോട് കൂടി ഒരു കാര്യം പറയട്ടെ. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു, യുവജനങ്ങളെക്കുറിച്ച് പറയട്ടെ. പൊതുവെ ഇപ്പോൾ ഒരു മോട്ടോ ഉണ്ട് നമുക്കിടയിൽ, ബി ഫ്രീ, ഡു വാട്ട് എവർ യു ഫീൽ. ബി ഫ്രീ ആൻഡ് ഡു വാട്ട് എവർ യു ഫീൽ. എന്ത് രസമാണ് നോക്കിക്കേ. ബി ഫ്രീ ആൻഡ് ഡു വാട്ട് എവർ യു ഫീൽ. ഇതിനകത്തൊരു അപകടം എന്നറിയാമോ? ഈ ഫീലില്ലേ, ഈ തോന്നൽ, ഇത് മാറിക്കൊണ്ടിരിക്കും. ബി ഫ്രീ ആൻഡ് ഡു വാട്ട് എവർ യു ഫീൽ എന്ന് പറയുമ്പോൾ വാട്ട് യു ഫീൽ ടുഡേ വോണ്ട് ബി യുവർ ഫീലിംഗ് ടുമോറോ. ഇന്ന് നിനക്ക് തോന്നുന്നതായിരിക്കത്തില്ല നാളെ തോന്നുന്നത്. അപ്പോൾ അതനുസരിച്ച് ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ, ശൈലികൾ മാറുന്നു.
നമ്മുടെ ബന്ധങ്ങൾ മാറുന്നു, നമുക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ലാതാകുന്നു. അതല്ല ജീവിതത്തിൻ്റെ രീതി, അതല്ല സ്വാതന്ത്ര്യമെന്ന് നമ്മൾ തിരിച്ചറിയണേ. അനുസരിക്കുമ്പോൾ ചെറുതായി പോകുമെന്ന് വിചാരിക്കരുത്. ഇന്ന് ആർക്കും ആരെയും അനുസരിക്കാൻ വയ്യ. കാരണം നമ്മുടെ വിചാരം അനുസരിക്കുമ്പോൾ എനിക്ക് എന്നെ അങ്ങ് നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. എൻ്റെ പേഴ്സണാലിറ്റി അത് ബാധിക്കുന്നു അനുസരിക്കുമ്പോൾ. ട്രൂ ഒബീഡിയൻസ് ഇസ് നോട്ട് ലൂസിങ് യുവർ സെൽഫ് ബട്ട് ഫൈൻഡിങ് യുവർ സെൽഫ് ഇൻ ഗോഡ്. യഥാർത്ഥ അനുസരണം എന്ന് പറയുന്നത് നിന്നെ നഷ്ടപ്പെടുത്തി കളയുന്നതല്ല. യഥാർത്ഥ അനുസരണം നിന്നെ നഷ്ടപ്പെടുത്തുകയല്ല. നോട്ട് ലൂസിങ് യുവർ സെൽഫ് ബട്ട് ഫൈൻഡിങ് യുവർ സെൽഫ് ഇൻ ഗോഡ്. നിന്നെ ദൈവത്തിൽ നീ കണ്ടെത്തുന്നതാണ് യഥാർത്ഥ അനുസരണമെന്ന് തിരിച്ചറിയണം. അനുസരിക്കുമ്പോൾ നീ ചെറുതായി പോവുകയല്ലെന്ന് തിരിച്ചറിയണേ. യു ആർ നോട്ട് ലെസ് വെൻ യു ഒബേ ഗോഡ്. നീ ദൈവത്തെ അനുസരിക്കുമ്പോൾ നീ ചെറുതായി പോവല്ല. യു ആർ നോട്ട് ലെസ് വെൻ യു ഒബേ ഗോഡ്. യു ബിക്കം മോർ. നീ വലുതാവുകയാണ്. ദൈവത്തെ അനുസരിക്കുമ്പോൾ നിനക്ക് ചെറുതായി പോവുകയോ നിനക്കില്ലാതായി പോവുകയല്ല. ദൈവത്തെ അനുസരിക്കുമ്പോൾ നീ വലുതാവുകയും നിനക്കൊത്തിരി ഉണ്ടാവുകയും ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഈ വിചാരങ്ങളോടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുമുമ്പാകെ ഈശോ പറഞ്ഞ വാക്യം ആവർത്തിക്കുന്നിടത്താണ് നല്ല ക്രിസ്ത്യാനികൾ രൂപപ്പെടുന്നത്. നോട്ട് മൈ വിൽ ഫാദർ ബട്ട് യുവർ വിൽ. എൻ്റെ ഇഷ്ടമല്ലപ്പാ, നിൻ്റെ ഇഷ്ടം നിറവേറപ്പെടട്ടെ എന്ന് പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ജീവിതത്തിൻ്റെ സംഘർഷഭൂമിയിൽ ഞങ്ങൾ ഏറ്റുപറയട്ടെ, തിരുഹിതം നിറവേറപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് താല്പര്യങ്ങളുണ്ട്, ഞങ്ങൾക്കിഷ്ടങ്ങളുണ്ട്. പക്ഷേ അതിനെയൊക്കെ തിരുമുമ്പാകെ സമർപ്പിച്ച് നീ പഠിപ്പിച്ച ആ പ്രാർത്ഥന ഞങ്ങൾ ഏറ്റുചൊല്ലട്ടെ. ദൈവ തിരുഹിതം നിറവേറപ്പെടട്ടെ. തിരുനാമത്തിന് എന്നും എക്കാലവും മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.